ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച വയനാട്ടിൽ UDF ഹർത്താൽ പുരോഗമിക്കുന്നു. വാഹനങ്ങൾ തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മൂന്നാറിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് നേരെ പടയപ്പയുടെ ആക്രമണം. കാട്ടാനയുടെ പരാക്രമത്തിൽ വിറങ്ങലിച്ച മലപ്പുറം പോത്തുകൽ അപ്പൻ കാപ്പ് നഗർ. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി. അതിൽ ഞാനും കൊറേ നോക്കി നിന്നു. പിന്നെ എല്ലാരും ആ പേടിച്ചിന്ന് കൊറേ നേരം വിറച്ചിക്കിടും. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. മോദി ട്രംപ് കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കി ലോകം. നിർണായക ചർച്ച ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ. ബ്ലെയർ ഹൌസിൽ മോദിക്ക് ഊഷ്മള വരവേൽപ്പ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ? ചർച്ചകൾ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ദീർഘവും ഫലപ്രദവുമായ ആശയവിനിമയം നടത്തിയെന്ന് ട്രംപ്. പാതിവില തട്ടിപ്പിൽ അന്വേഷണം ശക്തിപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. അനന്തുകൃഷ്ണൻ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടും. 5 വസ്തുവും 4 കോടിയുടെ നിക്ഷേപവും ഉള്ളതായി കണ്ടെത്തൽ. സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. പത്തനംതിട്ട റീന കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഭർത്താവ് മനോജ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ആലപ്പുഴ ചേർത്തലയിൽ മരിച്ച സജിയുടേത് കൊലപാതകമോ? കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തുടർ നടപടികൾ റിപ്പോർട്ട് വന്ന ശേഷം. ദിവസത്തെ ആശുപത്രിവാസം കഴിയുന്നു. ഉമാ തോമസ് MLA ഇന്ന് വീട്ടിലേക്ക് മടങ്ങും. ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വഖഫ് ഭൂമിയിൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ ഇന്ന് മറുപടി നൽകിയേക്കും. പുതിയ ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ. ബില്ലിൽ 23 അധ്യായങ്ങൾ, 536 വകുപ്പുകൾ. ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും ലളിതമായെന്ന് സർക്കാർ. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാക്കാൻ ശ്രമം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യതയേറുന്നു. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവാതെ BJP നേതൃത്വം. രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി ഗവർണർ അജയ് കുമാർ ഭല്ല. വന്യജീവി ആക്രമണം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് UDF ഹർത്താൽ നടക്കുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ അവശ്യ സർവീസുകളെയും പരീക്ഷാ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ബാധിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഓരോ ജീവനുകൾ ദിവസം പൊലിഞ്ഞോണ്ടിരിക്കുക. ഓരോ ദിവസം IFTക്കറിയാ ഈ വയനാടിന് ഏറ്റവും പൾസറിയുന്ന ആളാ. ഒരു റിപ്പോർട്ടാ നിങ്ങള്. എന്താ ഞങ്ങൾ ആരോടാ പ്രതികരിക്കേണ്ടത്? ആരോടാ പ്രതിഷേധിക്കേണ്ടത്? നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ? ഇന്നവരെ ഇപ്പൊ 2-3 ജീവനുകൾ അടുത്ത ദിവസം പൊലിഞ്ഞു. ഇന്നവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ തന്നെ സന്ദർശിച്ചിട്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്?
ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചുകൊണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങൾ 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ അച്ചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. മായി ഹനീഷ്, രാവിലെ ചുരം തുടങ്ങുന്ന ഭാഗത്താണ് നേരിയ സംഘർഷമൊക്കെ കണ്ടത്. ഇപ്പോൾ ഹർത്താൽ 3-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എത്രത്തോളം ജനജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്? ശ്രീജ, വയനാട് ജില്ലയിൽ ജനജീവിതത്തെ ഏതാണ്ട് കാര്യമായി തന്നെ ഹർത്താൽ ബാധിക്കുന്നു എന്നാണ് നമുക്ക് ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ പറയാൻ കഴിയുന്നത്. നേരത്തെ ചുരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ലക്കിടിയിൽ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനങ്ങൾ തടയുകയും മറ്റുമുണ്ടായി. പക്ഷേ പോലീസ് ഇടപെട്ട് ബലം പ്രയോഗിച്ച് അവരെ നീക്കം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. ഇപ്പോൾ പിന്നീട് ഇതിൻ്റെ തുടർച്ചയായി ഈ പലയിടങ്ങളിലും കൽപ്പറ്റ അടക്കമുള്ള ഇടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ഈ ആളുകളെ തടയുന്നതും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. KSRTC വാഹനങ്ങളും മറ്റും തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഒരു വാഹനം തടഞ്ഞിട്ടിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. പോലീസുണ്ട്. പോലീസ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ കൈകാര്യം ചെയ്യുന്നതാണ്. കാരണം വേണ്ടേ ഒരു ഗുണ്ടായിസ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് പൊളിക്കാനുള്ള മനഃപൂർവ്വമാണ് ശ്രമമല്ലേ ഇതൊക്കെ? സമരത്തിന് എതിർക്കുന്ന രീതിയിലാണ് നമുക്ക് അനുകൂല നിലപാടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അയാൾ കണ്ടു കാണിക്കുക സമരക്കാരോട്. അത് നടക്കൂല. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതാണ്. അല്ല, ഇത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാ. അവര് നമ്മളൊരു ഗുണ്ടായിസം സമരം മനഃപൂർവ്വം പൊളിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ വേണം. അങ്ങനത്തോരൊന്ന് കാണട്ടെ. ഇവരെന്താ പിണറായിന്റെ അടിയാണോ ഈ KSRTC ഡ്രൈവറെ? ആണോ? ഇതൊന്നും കാണുന്നു കേൾക്കണൊന്നുമില്ല. ഈ മൃഗങ്ങളെ ഈ ഉപദ്രവിക്കണ പിണറായി എന്തേലും പറയുന്നുണ്ടോ? പിണറായിന്റെ അടിയാനോ ഓന്? ഓനവിടെ നിൽക്കൂലെന്താ? ഇതൊരു ഷെൽപ്പില്ല. അത്ര ഷെൽപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഓടണ്ട. ഈ മൃഗങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ച നാട്ടുകാരെ എന്നിട്ട് ഇവിടെ വലിയ ആളായിട്ട് നിൽക്കുക. എവിടേക്കാവോ പോണോ? പോണ്ട. ശ്രീജ, ഇതാണ് വാഹനങ്ങൾ തടയുന്നു പ്രവർത്തകർ. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും തടയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹർത്താൽ അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ ആകുമ്പോഴേക്ക് ഈ കൂടുതൽ പ്രവർത്തകർ എത്തുന്നത് രാവിലെ ലക്കിടിയിലൊക്കെ നമ്മൾ വളരെ കുറച്ച് പ്രവർത്തകരെയാണ് കണ്ടത്. അതിനുശേഷം കൽപ്പറ്റ നഗരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും വാഹനങ്ങൾ തടയാൻ എത്തിയിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ ഈ വാഹനങ്ങൾ പലതും കടത്തിവിടുന്നുണ്ട്. പലരും പറയുന്നത് ഈ ഹർത്താലിനെ കുറിച്ച് തങ്ങൾക്ക് അറിവില്ല. ഒപ്പം അന്തർ സംസ്ഥാന സർവീസുകളൊക്കെ ഉണ്ട് KSRTCയുടെ. അത് തടഞ്ഞാൽ വയനാട് വരുന്ന ആളുകൾക്ക് മാത്രമല്ല വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് വയനാട് സ്പർശിച്ച് കടന്നു പോകുന്ന ഒരുപാട് KSRTC ബസ്സുകളുമുണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ വിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കടുത്ത നിലപാടിലേക്ക് ഒരു വാഹനം തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ വാഹനം തിരിച്ചു പോവുകയാണ്. പ്രവർത്തകർ മധ്യത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളെയും തടയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. നമുക്ക് കാണാം കൽപ്പറ്റ നഗരം ഏതാണ്ട് വിജനമായി നിൽക്കുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റൊരു വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ ഒറ്റപ്പെട്ട രീതിയിൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിഷേധക്കാർ കൂടുതൽ സജീവമായി നിരത്തുകളിൽ ഇറങ്ങിയതോടെ KSRTC ബസ്സുകളും കാര്യമായി ഓടുന്നില്ല. സ്വകാര്യ ബസ്സുകൾ നേരത്തെ തന്നെ ഓടില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. കാരണം ബസ്സുകളുടെ ഒരു സുരക്ഷയൊക്കെ പ്രശ്നമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഓടിയ ഒരു KSRTC ബസ്സിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ജനങ്ങളെ ജീവന
സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയുള്ള സമരം നടത്തുന്ന സമയത്ത് ഇതിനെ നമ്മൾ എതിർക്കുന്ന രീതിയിലുള്ള ചില വണ്ടിക്കാരുടെ മോശമായ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വണ്ടി വിടുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. വാഹനങ്ങൾ കടത്തിവിടുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില വാഹനങ്ങൾ ഇപ്പോൾ ഒരു വാഹനത്തിന്റെ മുന്നിലിരുന്ന് പ്രവർത്തകൻ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ്. വാഹനം കടത്തിവിടുന്നതിന് നമ്മളൊരു പരിധി വരെ വാഹനങ്ങൾ ഇടുന്നുണ്ട്. KSRTC അമിതമായിട്ട് കൂടുതൽ ഞങ്ങളെ സമരം പൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. അതിനെതിരായിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ KSRTC തടയുന്നത്. ഇവർ കൽപ്പറ്റ ഗാരേജിൽ പോവുക, അവിടുന്ന് മാനന്തവാടി മറ്റേ പ്രദേശങ്ങളിൽ ബോർഡ് വെച്ച് വരിക, പിന്നെയും വണ്ടി കടത്തിവിടുന്ന രീതിയിലുള്ളത്. അത് ഞങ്ങൾ സമ്മതിക്കൂല. എന്താ വെച്ചാൽ ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് നിലപാടിനെതിരെയുള്ള ഈ സമരമാണ്. വനംവകുപ്പ് മന്ത്രി രാജിവെക്കണം. അയാളെ ഒരു സ്ത്രീയെ കടുവ കൊന്ന സമയത്ത് മദ്യവെച്ചിട്ട് സ്റ്റേജിൽ കയറി പാട്ടുപാടി നടക്കേന്. ഇങ്ങനത്തെ മന്ത്രിയാണ് നമുക്കുള്ളത്. ഒരു വനംവകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു മരിച്ചെടുക്കുന്ന സ്ത്രീനെ കാണാതെ സ്റ്റേജിൽ കയറി മദ്യവെച്ച് പാട്ടുപാടി നടക്കേന്. ഇങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA മന്ത്രിയായ അയാള് ഈ വയനാടിന് വേണ്ടിയിട്ട് ഈ കാട്ടുമൃഗങ്ങള് മനുഷ്യരെ ആക്രമിക്കുമ്പോൾ അതിന് വേണ്ടി സഹായിക്കല് വേണ്ടത്. അയാൾ പാട്ടുപാടി നടക്കലാണോ ഈ മന്ത്രിയുടെ പണി? ഞങ്ങൾ അതിനൊക്കെ എതിരായിട്ടാണ് ഈ സമരം നടത്തുന്നത്. ഇത് ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കണ്ടേ? ഈ ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സർക്കാർ നിലപാടെടുക്കേണ്ട സംഭവമുണ്ട്, അത് ചെയ്യണം. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ബസ്സുകളെ കടത്തിവിടില്ല. ഈ ബസ് ഞങ്ങൾ വിടൂല. ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുവാണെങ്കിൽ വിട്ടോട്ടെ. അതല്ലേ ഞങ്ങൾ എന്തായാലും ഞാൻ ഈ ഇതിന്റെ മുന്നിൽ നിന്ന് ഞാൻ നീക്കൂല. സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമരം നടത്തുന്നത്. അതാണ് അദ്ദേഹം ആ വാഹനത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേൽക്കില്ല, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോട്ടെ. സർക്കാർ അങ്ങേയറ്റം നിസ്സംഗമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. കേന്ദ്രത്തെ മാത്രം ഈ വിഷയത്തിൽ പഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് വരും. വ്യവസായികളും വ്യാപാരികളും ഒക്കെ എങ്ങനെയാണ് ഈ ഹർത്താലിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോ ഈ വാഹന ഗതാഗതത്തെ ഇത് ബാധിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ശ്രീജ, തീർച്ചയായും ഈ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മറ്റുമൊക്കെ ഈ ഹർത്താലിനോട് സഹകരിക്കില്ല എന്നൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം ഈ സ്ഥാപനങ്ങളുടെ സുരക്ഷയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കടകളും തുറന്നിട്ടില്ല, ഹോട്ടലുകൾ പോലും തുറന്നിട്ടില്ല. വളരെ നേരിയ ഇടങ്ങളിൽ മാത്രം ഈ മെഡിക്കൽ ഷോപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. മറ്റ് ഏതാണ്ട് ജില്ലയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സാധാരണ ജനജീവിതത്തെ പൂർണ്ണമായും വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ 3-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. വാഹന ഗതാഗതത്തെ പ്രവർത്തകർ തടസ്സപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് ചെയ്യുന്നില്ല എന്നതാണ് സമരക്കാരുടെ ആരോപണം. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരമില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നതായിരുന്നു മന്ത്രിയുടെ ചോദ്യം. വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് എന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു 1.5 കൊല്ലമായിട്ടാണ് ഇത്ര രൂക്ഷമായി ഈ പ്രശ്നം സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും മുമ്പിലെത്തിയിട്ടുള്ളത്, സമൂഹം അനുഭവിക്കുന്നത്. നേരത്തെയുള്ള വർഷങ്ങളിൽ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇത്രയധികം സംഖ്യ ചെലവഴിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യ ഘടകമായിരുന്നില്ല. മിനിസ്റ്ററെ, 2016 തൊട്ട് 192 പേരെ കാട്ടാന ചവിട്ടിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇതിപ്പോൾ മാത്രമാണ് രൂക്ഷമായെന്ന് അങ്ങ് പറയുന്നത്. അല്ല, അതെ, അങ്ങ് തന്നെ കൊടുത്ത കണക്ക്. ഞാൻ തന്നെ രൂക്ഷമായെന്നല്ലേ ഞാനും പറയുന്നത്. അല്ല. പക്ഷെ എന്നാൽ ആ 2016 മുതൽ ഓരോ വർഷവും ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ ഒരു പരിശോധന നിങ്ങൾ നടത്തണം. പക്ഷേ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ അത് കൂടുതലല്ലേ? ആണല്ലോ. ഞാൻ ഇല്ലെന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെങ്ങനെ വളരെ തെറ്റിദ്ധരിപ്പിക്കലല്ലോ. ഇവിടെ ഈ പ്രശ്നം രൂക്ഷമായി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ടാണ്. നേരത്തെ അതില്ലാന്നല്ല, നേരത്തെ നമ്പർ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ നമ്പർ കൂടിയതിന്റെ നമ്പറിന്റെ കണക്കിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാനല്ല ഞാൻ നോക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. പരിഹാരം കാണാൻ 3 വഴികളേ ഉള്ളൂ. 1 ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിപാടി, 2 ഹ്രസ്വകാല പരിപാടി, 3
ആവശ്യമായ നിയമ ഭേദഗതി. ഇന്നലെയും കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങളാരും എന്താ ആ പ്രശ്നം ഭേദഗതി സാധ്യമല്ല, അങ്ങനെ ആലോചിക്കുന്നില്ല എന്നാണ് ഇന്നലെ 5 കൊല്ലമായി ഞാനത് കേൾക്കുന്നത്. 5 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. ഒരു 5 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഷെഡ്യൂൾ 1 നിന്നും ഇത്തരം മൃഗങ്ങളെ ഷെഡ്യൂൾ 2 മാറ്റി തന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാനത്തിന് ചെയ്യാം. ഷെഡ്യൂൾ 1 പെട്ട മൃഗങ്ങളെ ചെയ്യാൻ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റുകൾക്ക് ഏതെങ്കിലും അധികാരമുണ്ടെന്ന് ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തട്ടെ. പക്ഷേ ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയിലുള്ളത് ഇതിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ. അതെ, സംരക്ഷണത്തിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താ? നിങ്ങൾ അധികരിച്ചു വരുമ്പോൾ കള്ളി ചെയ്യണമെന്നല്ലേ? മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആ നടപടിയല്ലേ? ജനന നിയന്ത്രണമല്ലേ? ഈ ജനന നിയന്ത്രണം നടത്താനും സ്കള്ളിംഗ് നടത്താനും ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നുണ്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചാൽ മറ്റന്നാൾ ആ ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ ഈ കടുംപിടുത്തം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന് കാരണം തീർച്ചയായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഇത്തരം ഘട്ടങ്ങളിൽ തരണം. സംസ്ഥാനം സവിശേഷമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചേക്കുന്നത്. നിയമപരിഷ്കാരം ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിനിസ്റ്റർ, അങ്ങ് നടത്തിയ ഒരു പരാമർശം പ്രതിപക്ഷം വലിയ വിവാദമാക്കിയിട്ടുണ്ട്. അതായത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ എന്തിനാണ് വനത്തിലേക്ക് പോകേണ്ടത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്, ഒരു സാധാരണ പൗരന് വനത്തിനുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? അത് വനത്തിനകത്തെന്തിനാ പോകുന്നു? അല്ല, ആദിവാസികൾക്ക് പോവാം. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി AK ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? ഈ മരണങ്ങളെല്ലാം നടന്നു വനത്തിനുള്ളിലല്ലല്ലോ മിനിസ്റ്റർ. അല്ല, എന്നാൽ വനത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയണല്ലോ. മിസ്റ്റർ, വളരെ ചുരുക്കം മരണങ്ങൾ മാത്രമാണ് വനത്തിനുള്ളിൽ നടന്നതെന്നും വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത്. അല്ല, അത് രണ്ടും രണ്ടല്ലേന്ന്. നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിൻപുറങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. വനത്തിനകത്തെ പ്രശ്നമല്ല. അത് ക്ലബ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. വനവാസികളല്ലാത്തവർ എന്തിന് വനത്തിനുള്ളിൽ കയറുന്നു? നാളെ ആത്മഹത്യയോ അപകടമരണമോ നടക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വന്യജീവി ആക്രമണത്തിന്റെ കാര്യവും എന്നൊക്കെയാണ് ഇന്നിപ്പോൾ AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഇത്രയേറെ അപകടങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ആ വാക്കുകൾ ഒരുപക്ഷെ വീണ്ടും വിവാദത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇടുക്കി മൂന്നാർ ഉദുമൽപേട്ട് റോഡിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. മറയൂരിലേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആക്രമണം. പടയപ്പ ലോറി തടയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, പടയപ്പ അങ്ങനെ അധികം ആക്രമണങ്ങൾ നടത്തിയതായി കേട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് ഡിൽജയും മകനും യാത്ര ചെയ്യുന്ന സമയത്ത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഏത് ഭാഗത്താണ് ഈ ആനയുള്ളത്? ശ്രീജ, മുൻകാലങ്ങളിൽ പടയപ്പ വലിയ ആക്രമണകാരിയായി അല്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായി പടയപ്പ ആക്രമണം നടത്തുന്നുണ്ട്. പലപ്പോഴും വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ പതിവായൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും മതപ്പാടുള്ള കാലഘട്ടത്തിൽ. കഴിഞ്ഞ വർഷവും മതപ്പാടിന്റെ സമയത്ത് ആക്രമണം നടന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ആന മതപ്പാടിൽ ആണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 1 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മറയൂരിലെ ഒരു സ്കൂളിലേക്ക് പോയതായിരുന്നു ദിൽജയും മകനും. ഇവിടെ സ്കൂളിലെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മേക്കപ്പ് സാധനങ്ങളൊക്കെയായി ആണ് ഇരുവരും പോയത്. ഈ സമയത്ത് വാഗുവര എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് പടയപ്പയുടെ മുൻപിൽ ഇടപെട്ടത്. തുടർന്ന് വാഹനം നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്
പോകുന്നതിനിടെ ഇവരെ ആരെ ആക്രമിക്കുകയായിരുന്നു. ദിൽജിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് മറയൂരിൽ നിന്നും വനംവകുപ്പിന്റെ ആംബുലൻസ് എത്തി ഇവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇന്നലെ രാത്രി 1 മണിയോടാണ് ഈ സംഭവം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിലൂടെ മൂന്നാർ ഉദൽപേട്ട റോഡിൽ സഞ്ചരിച്ചിരുന്ന ഒരു ലോറി തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നിരവധി വാഹനങ്ങൾക്ക് നേരെ ഇപ്പോൾ നിലവിൽ പടയപ്പ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ റോഡിൽ തന്നെ രാജമലയ്ക്ക് സമീപത്ത് വെച്ച് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയും പടയപ്പ ആക്രമണം നടത്തിയിരുന്നു. നിലവിൽ ആന തലയാർ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ആന നിലനിർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി മറയൂർ മൂന്നാർ മേഖലയിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് പടയപ്പ ഉള്ളത്. ശ്രീജ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു പടയപ്പ യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത്. പട്ടാപ്പകൽ കാട്ടാനയുടെ പരാക്രമത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിലെ അപ്പൻകാപ്പ് നഗറിലെ കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത്. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ്. ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഇവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഈ ഇടത്ത് ഇനി എങ്ങനെ സുരക്ഷിതമായി നിൽക്കും? എങ്ങനെ പുറത്തിറങ്ങും? ഇനി കുട്ടികളെ എങ്ങനെ അംഗനവാടിയിലാക്കും? ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ. പ്രദേശത്തെ അംഗനവാടി മുറ്റത്തേക്കാണ് മോഴയാന ഭീതി പരത്തി പാഞ്ഞെത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആനയെ കണ്ട എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കണം. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ എല്ലാരും പേടിച്ചിന്ന് കുറെ നേരം വിറച്ചിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. രാവിലെ മുതൽ തന്നെ ആനയെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു ആനയുടെ വരവ്. 123 കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത്. ആളുകളെത്തി ബഹളം വെച്ചും പാട്ടകൊട്ടിയും 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വലിയൊരു ഭീഷണി നേരിടുകയാണ്. കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളനി ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന അവരെ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. ആന ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്തിയേക്കാം എന്ന ആശങ്കയും ഇവർക്കുണ്ട്. വനപാലകർ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വീണ്ടും വനംവകുപ്പ്. ഇതിനായി വനംവകുപ്പ് 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാത നിരീക്ഷിക്കാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് SDMAക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടി ത്വരിതപ്പെടുത്തും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. കൂടാതെ 10 മിഷനുകൾക്കും യോഗം തീരുമാനിച്ചു. കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ മന്ത്രിയുടെ രാജി ആവശ്യമടക്കം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം.
വീണ്ടും വാർത്തകളിലേക്ക്. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി റൻസിയ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്താവിന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. റൻസിയുടെ ഭർത്താവ് ഷഫീസ്, പെൺ സുഹൃത്ത് ജംസീന എന്നിവരെയാണ് ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, എന്താണ് വിവരങ്ങൾ? നേരത്തെ ഫെബ്രുവരി 5-നാണ് ഈ റൻസിയ മരിക്കുന്നത്, ആത്മഹത്യ നിലയിൽ കാണപ്പെടുന്നത്. പുതുപ്പരിയാരത്തെ ഭർത്താവിന്റെ വാടക വീട്ടിലായിരുന്നു യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിരുന്നു. കാരണം ഇരുവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷമായി. എന്നാൽ ഈ ഭർത്താവ് ഷെഫീഖിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതോടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഒരിക്കൽ റൻസിയ വീട്ടിലില്ലാത്ത സമയത്ത് ഈ ഭർത്താവ് തന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചിരുന്നു. ഇതറിഞ്ഞതോടെ എന്തിനാണ് ഇനി താൻ ജീവിച്ചിരിക്കുന്നത്, ഭർത്താവിന് തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റൻസിയ വളരെയധികം നിരാശയിലാവുകയും തന്റെ വീട്ടുകാരോട് ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് തന്റെ മകനെ, ഈ ഇരുവർക്കും ഒരു ചെറിയ കുട്ടിയുണ്ട്, 2.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ ഓർത്ത് താൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് വീട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതിനെ തുടർന്ന് തന്നെ ഈ റൻസിയ ഭർത്താവിൽ നിന്നും അകന്ന് തന്റെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ ആത്മഹത്യയിലേക്ക് പോകില്ല എന്ന് ഉറപ്പു നൽകിയതിന്റെ ശേഷം മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിലാണ് റൻസിയ തിരിച്ച് ഈ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ പിന്നീട് ഏറെ വൈകാതെ തന്നെ ഈ യുവതിയെ ഈ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഇതോടെ മരണത്തിന് ദുരൂഹത കാട്ടിയാണ് പിന്നീട് കുടുംബം പരാതി നൽകിയത്. അന്ന് തന്നെ നേരത്തെ ഈ ഭർത്താവിന്റെ പെൺസുഹൃത്ത് റൻസിയെ വിളിക്കാറുണ്ടായിരുന്നെന്നും ഭീഷണി അടക്കം മുഴക്കി തങ്ങളുടെ ജീവിതത്തിന് റൻസിയാണ് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും റൻസിയ പറഞ്ഞിരുന്നത് നിങ്ങൾക്കിടയിൽ ഞാൻ ഒരു തടസ്സമാവില്ല എന്ന് ഒക്കെ ഈ റൻസിയ പറഞ്ഞിരുന്നു, പരാതിയിൽ പറഞ്ഞിരുന്നു. നേരത്തെയും ഈ ഷെഫീഖ്, ഭർത്താവ് ഷെഫീഖ് നിരന്തരം റൻസിയെ ഉപദ്രവിക്കുന്നതൊക്കെ കാട്ടി നേരത്തെ മുതൽ തന്നെ പോലീസിൽ പരാതിയൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ കേസിൽ കുടുംബം കൊടുത്ത പരാതിയിലാണ് ഈ ഭർത്താവിനെയും ഭർത്താവിന്റെ പെൺസുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി സുഹൃത്തുക്കളുടെ പരാക്രമം. പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. പ്രവീൺ, റസ്ലി എന്നിവർ പോലീസ് പിടിയിലായി. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി 12:15 സംഭവം. നവമി, ദിനേശ് വിവരങ്ങളുമായി. നവമി, ദൃശ്യങ്ങൾ കണ്ടിട്ട് അവരത്ര നോർമൽ ആണെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എന്തായിരുന്നു ഇവർക്ക് പോലീസ് വാഹനത്തിന് നേരെ ഇങ്ങനെ ഒരു അക്രമമൊക്കെ കാണിക്കാനുള്ള പ്രകോപനം? ശ്രീജ, ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും. തികച്ചും ഈ കൊച്ചി നഗരത്തിൽ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് നടക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രവീണും റസ്ലിനും ഇവർ സുഹൃത്തുക്കളാണ്. പ്രവീണിന്റെ പെൺ സുഹൃത്താണ് റസ്ലി. ഇരുവരും ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രവീൺ അവിടെ നിന്ന ആളുകൾക്ക് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട് ഭയന്ന ആളുകൾ പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ പ്രവീണിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ, കസ്റ്റഡിയിലെടുത്ത് ജീപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോഴാണ് റസ്ലിൻ ഈ ജീപ്പിന് നേരെ ഈ ജീപ്പിനെ ആക്രമിക്കുന്നത്. ജീപ്പിന്റെ ചില്ലൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇവർ മദ്യലഹരിയിലും മറ്റു മയക്കുമരുന്ന് ലഹരിയും ഒക്കെ ഉപയോഗിച്ചവരാണെന്നാണ്. ഇവർക്കെതിരെ നോർത്തിലും സെൻട്രൽ സ്റ്റേഷനിലും ഒക്കെ ലഹരി കേസ് ഉണ്ട്. അവർ ലഹരി കേസ് പ്രതികളാണ്. ഇത്തരത്തിൽ ലഹരി
ലഹരിയുടെ അമിതമായ ലഹരി ഉപയോഗത്തിൽ ബോധം നഷ്ടപ്പെട്ട് കാട്ടിക്കൂട്ടുന്നതാണ് ഇത് ഓരോന്നും 24-23 വയസ്സുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അവരൊക്കെ ഇത്തരത്തിലുള്ള പരാക്രമമാണ് ഇപ്പോൾ റോഡിൽ കാണിക്കുന്നത്. കത്തിയൊക്കെ എടുത്ത് ആളുകളെ ഉപദ്രവിക്കാൻ പോവുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്തിടയിൽ വരുന്ന ഇത്തരത്തിലുള്ള ഈ ക്രൈം വാർത്തകൾ നോക്കുമ്പോൾ അതിലെല്ലാം ലഹരി ഒരു വലിയ ഘടകമായി മാറിയിരിക്കുകയാണ്. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ്. 24-23 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ലഹരിയുടെ അമിത ഉപയോഗത്തിൽ ഒരു സ്വബോധം പോലും നഷ്ടപ്പെട്ട് ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ആക്രമണം പോലീസിന്റെ നേരെയും നീണ്ടിരിക്കുകയാണ്. പോലീസ് ജീപ്പിന്റെ ചില്ലൊക്കെ അടിച്ചു തകർക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും ഇരുവരെയും പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാലാരിവട്ടം സ്റ്റേഷനിലാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവരൊക്കെ അധികം പുറത്തിറങ്ങാതിരിക്കുന്നതാവും നല്ലത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ആ തരത്തിലുള്ള വാർത്തകളാണ്. നടു റോഡിൽ അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് പോലീസ് വാഹനത്തിന് നേരെ യുവാക്കളുടെ അതിക്രമം. ഇന്നലെ രാത്രി പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിലായിരുന്നു പോലീസ്. പരമാവധി പ്രകോപിതരാവാതെ പോലീസ് ഒരിടത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം കയ്യിൽ കത്തിയാണല്ലോ. ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടായാൽ അത് അപകടത്തിലേക്ക് കലാശിക്കൂ എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം പോലീസും പരമാവധി സംയമനം പാലിച്ചത്. എന്തായാലും രണ്ടുപേരും വളരെ സുരക്ഷിതമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. ഇന്നലെ രാത്രി 12:30 പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ പോലീസ് വാഹനത്തിന് നേരെ അടക്കം കത്തി വീശി അതിക്രമം കാണിച്ച യുവാക്കളാണ്. ലഹരിയുടെ സ്വാഭാവികമായും ആ നിപ്പൊക്കെ കണ്ടാൽ അറിയാം അതത്ര നോർമലായൊരു നിപ്പല്ല എന്ന്. ഇവർ നേരത്തെ തന്നെ ലഹരി കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ MDMA പിടികൂടി. വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5.18 ഗ്രാം MDMA ആണ് പിടികൂടിയത്. തൊടിയൂർ സ്വദേശി നജീം അറസ്റ്റിലായി. രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും കരുനാഗപ്പള്ളി പോലീസും നടത്തിയ പരിശോധനയിലാണ് ലഹരി പദാർത്ഥം പിടികൂടിയത്. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണ് പിടികൂടിയത്. പാതിവില തട്ടിപ്പിൽ അനന്തു കൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ബിനാമി പേരിൽ അനന്തുവിന് സ്വത്തുക്കൾ ഉണ്ടോ എന്നും പരിശോധിക്കും. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഈ ബഡ്സ് ആക്ട് ചുമത്തുന്നതോടെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഒരു നിയന്ത്രണം വരും എന്ന പ്രതീക്ഷയിലാണോ ഉള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിൽ ആദ്യഘട്ടമെന്നോണം അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഈ അനന്തു കൃഷ്ണന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അത് ഇതിനോടകം തന്നെ പോലീസ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അനന്തു കൃഷ്ണന്റെ സ്വത്തുവകകൾ, ഈ തട്ടിയെടുത്ത പണമെല്ലാം ഭൂമിയായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒപ്പം അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങൾ, ബാങ്കിലെ പണം, ഇതെല്ലാം തന്നെ അന്വേഷണ സംഘം ബഡ്സ് ആക്ട് ചുമത്തി കണ്ടുകെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിക്ഷേപകരെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും. ഇനി അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾക്കൊന്നും അനന്തകൃഷ്ണന് കഴിയില്ല, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ ബിനാമികൾക്കോ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ കഴിയില്ല. ഇത് നിക്ഷേപകർക്ക് തന്നെ എത്രയും വേഗം തിരിച്ചു കൊടുക്കാനുള്ളൊരു നടപടിക്രമത്തിന്റെ തുടക്കമായി തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു അന്വേഷണത്തെ നമുക്ക് കണക്കാക്കാനും കഴിയും. എന്തായാലും അനന്തകൃഷ്ണന് ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നുള്ളൊരു രഹസ്യ വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്വത്തുവകകൾ
വസ്തുവകകൾ കൂടി കണ്ടുകെട്ടാനാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ തുടക്ക സമയത്ത് ഉയർന്നു വന്നിരുന്നു. എന്തായാലും തൽക്കാലം അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീളണ്ട എന്നുകൂടിയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവരൊക്കെ ഒരു ഇടനിലക്കാരായി മാത്രമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് തൽക്കാലം അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകണ്ട, അനന്തകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് മാത്രം ഇപ്പോൾ നിന്നാൽ മതി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകും. അനന്തുവിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ തട്ടിപ്പിന് ഇരയായവരെ കൂടി മൊഴിയെടുക്കേണ്ടതുണ്ട്. ഈ നിരവധി പരാതികൾ, ഇപ്പോൾ തന്നെ 1000 കവിഞ്ഞു പരാതികൾ. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം ഇവരുടെ മൊഴിയെടുക്കണം. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും മൊഴിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായി തുടരുന്നത്. ഇത്രയും ആളുകളെ മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കി ഏറ്റവും അത്യാവശ്യമായി മൊഴിയെടുക്കേണ്ടവരെ മാത്രം ആദ്യം പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും അനന്തകൃഷ്ണന്റെ കേസ് ഇപ്പോൾ അനന്തകൃഷ്ണൻ എന്നൊരു പ്രതിയിലേക്ക് മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഈ സായിഗ്രാം ചെയർമാനെ ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യലുകൾ അതൊക്കെ വരും മുറയ്ക്ക് നോക്കാമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ കുറ്റപത്രം അടക്കം എത്രയും വേഗം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. കാരണം അത്രയേറെ മൊഴികൾ എടുക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യലുകൾ ആവശ്യമായിട്ടുണ്ട്, കസ്റ്റഡി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് ഇതൊക്കെ നടക്കേണ്ടതുള്ളതിനാൽ കുറ്റപത്രം അല്പം വൈകും. അത്ര നീണ്ട പരാതികളുള്ള ഒരു കേസ് കൂടിയാണ് ഈ അനന്തകൃഷ്ണന്റെ. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാതിവില തട്ടിപ്പിൽ സായിഗ്രാം ചെയർമാൻ കെ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി ആനന്ദകുമാർ കോടതിയെ സമീപിച്ചത്. പാതിവില തട്ടിപ്പിൽ മുഴുവൻ സാമ്പത്തിക ഇടപാട് നടത്തിയത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം അനന്തകൃഷ്ണനാണെന്നുമാണ് ആനന്ദകുമാറിന്റെ വാദം. പത്തനംതിട്ട റീന കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി. കേസിൽ ഭർത്താവ് മനോജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മനോജിനെതിരെ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. വിവരങ്ങളുമായി ശശിനാരായണൻ. ശശി, 11 വർഷങ്ങൾക്ക് മുൻപ് വലിയ വിവാദമായൊരു സംഭവമായിരുന്നു ചെറിയ കുട്ടികളുടെ മുന്നിലിട്ട് അമ്മയെ കൊലപ്പെടുത്തിയെന്ന കേസ്. ആ കേസിലാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി. എപ്പോഴത്തേക്കാണ് വിധി പ്രതീക്ഷിക്കുന്നത്? ഒരു 11 മണിയോട് കൂടിയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും വിധി ഉണ്ടാവുക. എന്തായാലും ഇന്നലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റീനയുടെ ഭർത്താവ് മനോജിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അതിന് ശിക്ഷ ഒരു 11 മണിയോടുകൂടി തന്നെ കോടതി പുറപ്പെടുവിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ളത് കുടുംബം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. റീനയുടെ കുടുംബവും ഈ പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും 2014 ഡിസംബർ 28 പുലർച്ചെയാണ് റീനയെ ഭർത്താവ് മനോജ് ഇഷ്ടിക കൊണ്ടും ജാക്കി ലിവർ കൊണ്ടും അടിച്ച് ക്രൂരമായി മർദ്ദിപ്പിക്കുന്നത്. അത് പ്രധാനമായും സംശയ രോഗത്തിന്റെ പേരിലാണ്, ഭാര്യയെ സംശയിക്കുന്നതിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത്. അതും 10ഉം 11ഉം വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ റീനയെ ഭർത്താവ് മനോജ് കൊലപ്പെടുത്തുന്നത്. ഈ കുട്ടികളാണ് സാക്ഷികളായിട്ടുള്ളത്. അവർ കൃത്യമായി ഇന്നലെ മൊഴി നൽകിയിരുന്നു. റീനയുടെ അമ്മയും ഇതിന് സാക്ഷിയായിരുന്നു. അമ്മ ഈ വിചാരണയ്ക്കിടെ തന്നെ മരണപ്പെടുകയുണ്ടായി. എന്തായാലും കുറ്റകൃത്യങ്ങൾ കൃത്യമായി തെളിഞ്ഞതായി കോടതി ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ആയിരിക്കും ഇതിന്റെ ഒരു ശിക്ഷാവിധി ഉണ്ടാക്കുക. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബവും അതുപോലെ നാട്ടുകാരും ഒക്കെ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ക്രൂരമായ ഒരു കൊലപാതകത്തിന് പ്രതിക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും 11 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ആലപ്പുഴ ചേർത്തലയിൽ മരിച്ച സിജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുക. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, ഈ അസ്വാഭാവിക മരണം ഒരു കൊലപാതകമായിരുന്നോ എന്നതാണ് അറിയേണ്ടത്. അതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പോസ്റ്റ്മോർട്ടം? ശ്രീജ, സജിയുടെ മരണം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതിനുശേഷം അവിടെ ചേർത്തല മുട്ടംപള്ളിയിൽ തന്നെ സംസ്കാരവും നടന്നിരുന്നു. ഇന്നലെ 3 ദിവസത്തിന് ശേഷമാണ് മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ഛനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒപ്പം തന്നെ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വീണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. എത്രമാത്രം ഈ പരിക്കുകൾ, കാരണം ഈ മകളുടെ മൊഴി പ്രകാരം ഈ സജിയുടെ തല ഈ സോണി ഭിത്തിയിൽ പിടിച്ച് അടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അബോധാവസ്ഥയിലായ ശേഷം സ്റ്റെയർകേസിന്റെ 1ാം നിലയിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ്
ആ കുട്ടി നൽകിയിട്ടുള്ള മൊഴി. 1.5 മണിക്കൂറോളം രക്തം വാർന്ന അമ്മ വീടിനകത്ത് കിടന്നിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, അതായത് ഈ കുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാധൂകരിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന 1 മാസത്തിന് ശേഷം സജി വണ്ടാനം മെഡിക്കൽ കോളേജിൽ 1 മാസത്തോളം കോമ സ്റ്റേജിൽ ചികിത്സയിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മറ്റു മൊഴികളൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ചികിത്സയിലിരിക്കെ സ്റ്റെയർകേസിൽ നിന്ന് തെന്നി വീണു അപകടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ ചികിത്സയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മരിച്ചതുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ മൊഴി അമ്മയുടെ സംസ്കാരത്തിന് ശേഷമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും മൃതദേഹം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഭർത്താവ് സോണിയുടെ അറസ്റ്റിലെ, അതായത് ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്ന കേസ് അസ്വാഭാവിക മരണത്തിനാണ്. മറ്റ് കൊലപാതകം അടക്കമുള്ള സാധ്യതകളിലേക്കും അത്തരം വകുപ്പുകളിലേക്കും അന്വേഷണ സംഘം നീങ്ങുക ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് ശേഷമായിരിക്കും. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണം ഉടൻ ആരംഭിക്കും. ജോളി മധുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ വിഷയത്തിൽ കുടുംബവും വലിയ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതിന് അത് തെളിയിക്കുന്ന തരത്തിലാണ് ജോളി എഴുതിക്കൊണ്ടിരുന്ന, വയ്യാതാവുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന കത്ത് പുറത്തു വരുന്നത്. ജോളിക്കൊപ്പം ജോലി ചെയ്തിരുന്നവരുടെ അവരുടെ പ്രസ്താവനകൾ വരുന്നത്. ഇതൊക്കെ ഈ ആരോപണത്തെ എത്രമാത്രം സാധൂകരിക്കുന്നുണ്ട്? ഈ അന്വേഷണം എപ്പോഴായിരിക്കും തുടങ്ങുക? ശ്രീജ, ഇന്നലെ ജോളിയുടെ സംസ്കാര ചടങ്ങിനെത്തിയ കയർ ബോർഡിന്റെ മുൻ ചെയർമാൻ അടക്കം ജോളിയുടെ സത്യസന്ധതയെ, അല്ലെങ്കിൽ ജോളി എത്രമാത്രം നല്ലൊരു സഹപ്രവർത്തകയായിരുന്നു എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണം, കേന്ദ്ര ചെറുകിട വ്യവസായ വകുപ്പ് നടത്തുന്ന ഈ ഒരു അന്വേഷണം അത്രയേറെ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം കുടുംബം ഇപ്പോഴും ജോളിയുടെ മരണത്തിന് കാരണം ഈ കയർ ബോർഡ് ഓഫീസിൽ നിന്നുള്ള, കൊച്ചിയിലെ ഓഫീസിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവുമാണെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ 3-അംഗ സമിതിക്ക് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു നടപടികൾ ആരംഭിക്കും. ഇന്നലെ ആയിരുന്നു സംസ്കാരം നടന്നത്. അതുകൊണ്ട് ആ കുടുംബത്തിന് ആ ഒരു സാവകാശം നൽകിയത് ഇന്നോ നാളെയോ ആയിട്ട് സംഘം കൊച്ചിയിലേക്ക് എത്തും. അതിനുശേഷം ഈ ജോളിയുടെ കുടുംബത്തോട്, മകനോട്, 2 ആൺകുട്ടികളാണുള്ളത്, മക്കളോടും അടുത്തുള്ള ബന്ധുക്കളോടും ജോളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോളി ഈ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഏതൊക്കെ തെളിവുകളാണ് കയ്യിലുള്ളത്, ഇതെല്ലാം വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത ഈ രേഖകളടക്കം ഈ സമിതിക്ക് സമർപ്പിക്കാൻ തന്നെയാണ് കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ചെയർ ബോർഡ് ഇപ്പോഴും ചെയർമാൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്, ജോളിക്ക് ഒരു സ്ഥലമാറ്റം നൽകിയ സമയം മുതൽ തന്നെ അപ്പോൾ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് തന്നെ ആ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അത് ഇപ്പോഴും ആ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. ജോളി ആശുപത്രിയിൽ കിടന്ന, അല്ലെങ്കിൽ മരിക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ആ ഉത്തരവ് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജോളിയുടെ ശമ്പളം വരെ തടഞ്ഞു വെക്കുന്ന ഒരു ക്രൂരമായ നടപടിയാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുടുംബം ഇപ്പോഴും ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണ സംഘം ഉടൻ തന്നെ എത്തി ഈ ജോളിയുടെ കുടുംബത്തിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷം അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകുവാനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഈ തെളിവുകളടക്കം ഒന്നുകൂടി കത്തയക്കാനും പരാതി അയക്കുവാനുമാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വയനാട് പുൽപ്പള്ളിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പുൽപ്പള്ളി സ്വദേശി റിയാസ് ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി പുൽപ്പള്ളി താഴെയങ്ങാടി ബിവറേജസ് കൗണ്ടറിന് സമീപമായിരുന്നു സംഭവം. പ്രതികളായ രഞ്ജിത്തും അഖിലും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. റിയാസിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച ശേഷം നിരവധി തവണ കുത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. TP കേസിലെ പ്രതികൾക്ക് വാരിക്കോരി പരോൾ. 3 പ്രതികൾക്ക് 1000-ത്തിലധികം ദിവസം പരോൾ ലഭിച്ചു. 6 പ്രതികൾ 500 ദിവസത്തിലധികം ജയിലിന് പുറത്തായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്.
വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ TP കേസിലെ പ്രതികൾക്ക് സംസ്ഥാനത്ത് മറ്റൊരു കേസിലെ പ്രതികൾക്കും കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയതായി നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ക്രോഡീകരിച്ച് കാണുമ്പോഴാണ് ഇവരെ എന്തിനാണ് ജയിലിലേക്ക് പറഞ്ഞയച്ചത് എന്ന ചോദ്യം വരിക. എന്തൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി ഈ സർക്കാരിന്റെ കാലത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ? ശ്രീജ, നേരത്തെ തന്നെ വലിയ വിവാദമായതാണ് ഇവർക്ക് ജയിലിനകത്ത് തന്നെ നൽകുന്ന സുഖസൗകര്യങ്ങൾ. ഇപ്പോൾ ഇവർക്ക് പലപ്പോഴായി നൽകിയ പരോളിന്റെ ക്രോഡീകരിച്ച വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ 3 പേർക്ക് ഏതാണ്ട് 1000 ദിവസത്തിലധികം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 3 പ്രതികൾക്ക്, മുഴുവൻ പ്രതികൾക്കും ഈ തരത്തിലുള്ള പരോളുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ പേരുകൾ KC രാമേന്ദ്രൻ, ട്രൗസർ മനോജ്, സജിത്ത് എന്നിവർക്കാണ് ഈ തരത്തിൽ 1000 ദിവസത്തോളം പരോൾ ലഭിച്ചത്. 6 പേർക്ക് 500 ദിവസം പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് 60 ദിവസവും പരോൾ ലഭിച്ചു. നിയമസഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈ 1ാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PK കുഞ്ഞനന്ദന് 327 ദിവസമാണ് പരോൾ അനുവദിച്ചിട്ടുണ്ട്. 2020 മാർച്ച് 30-ന് 3 ഇടക്കാല ജാമ്യങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു. ജാമ്യത്തിലിരിക്കെ ജൂൺ 11-നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. KC രാമേന്ദ്രൻ 28 തവണയാണ് 1081 ദിവസം പരോൾ ലഭിച്ചത്. TP കൊലക്കേസിൽ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും CPM മുൻ നേതാവും 8ാം പ്രതിയായ KC രാമേന്ദ്രന് കുറ്റബോധം ഇല്ല എന്ന റിപ്പോർട്ടടക്കം നേരത്തെ ഹൈക്കോടതിയിൽ വന്നിരുന്നതാണ്. ഈ തരത്തിലാണ് മുഹമ്മദ് ഷാഫിക്ക് 15 തവണയായി 656 ദിവസം പരോൾ ലഭിച്ചു. ഇടയ്ക്ക് ജയിലിന് പുറത്തു വന്ന ഷാഫി ആകട്ടെ വിവാഹവും കഴിച്ചിരുന്നു. ഷിനോജിന് 17 തവണയായി 925 ദിവസമാണ് പരോൾ ലഭിച്ചത്. ആ തരത്തിൽ എല്ലാ പ്രതികൾക്കും ഇങ്ങനെ വാരിക്കോരി പരോൾ അനുവദിക്കുന്ന സാഹചര്യം. കിർമാണി മനോജ് എന്ന മനോജ് കുമാറിനാകട്ടെ 19 തവണയായി 851 ദിവസമാണ് പരോൾ ലഭിച്ചത്. കൊടിസുനിക്ക് ഈ പറഞ്ഞതുപോലെ 3 തവണയായാണ് 60 ദിവസവും, MC അനൂപിന് 15 തവണയായി 900 ദിവസവും പരോളിൽ പുറത്ത് കഴിയാൻ സാധിച്ചു. കൃഷ്ണന് 10 ദിവസം പരോൾ ലഭിച്ചു. ഈ തരത്തിലാണ് പരോളിനിടയിലാണ് ഈ കിർമാണി മനോജിനെ ലഹരി പാർട്ടിയിൽ പിടികൂടുന്നത്. മാത്രമല്ല കൊടിസുനിയാകട്ടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇതെല്ലാം തന്നെ പരോൾ കാലാവധിയിലായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. TP കേസിലെ പ്രതികൾക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്ത പരോളിന്റെ കണക്കുകളാണ് ഈ വരുന്നത്. ജയിലിനകത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദിവസം പുറത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പരോൾ കണക്കുകളാണവ. ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ മാത്രമാണ് പ്രതിയെന്ന് പോലീസ്. കുറ്റപത്രം ഉടനെ സമർപ്പിച്ചേക്കും. അതേസമയം അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കേസെടുത്തു. വിവരങ്ങളുമായി വി വിനോദ്, ഈ കേസിൽ കുറ്റം ചെയ്തത് ഇയാളാണെന്ന് അറിയാമായിരുന്നെങ്കിലും അതെന്തിന് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഇതിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല, ഇയാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാണ് ഈ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണോ പോലീസ് എത്തിയിട്ടുള്ള നിഗമനം? ശ്രീജ, ഈ കേസിൽ തന്നെ ഒരു വഴിത്തിരിവുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട്. ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപ താൻ ബന്ധുവായ പോലീസുകാരനാണ് നൽകിയതെന്ന് അമ്മ ശ്രീതു മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം FIR രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ മൊഴി പോലീസ് മുഖവിലേക്കെടുക്കുന്നില്ല. കാരണം ശ്രീതുവിന്റെ തന്നെ ആദ്യത്തെ വെളിപ്പെടുത്തൽ ജോത്സ്യനായ ശംഖുമുഖം ദേവിദാസിന് ഈ പണം നൽകിയെന്നതായിരുന്നു. പിന്നീട് അത് ശരിയല്ല എന്ന കണ്ടെത്തലിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു മൊഴി പറയുമ്പോൾ ഇവരുടെ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ശ്രീതു ആകട്ടെ ഭർത്താവിനെ ഈ കൊലപാതകത്തിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. അത് നടക്കാതെ പോയത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ വഴിയാണെന്ന ഒരു നിഗമനം. ആ നിഗമനത്തിൽ ശ്രീതു ഇത്തരത്തിലൊരു മൊഴി നൽകിയതാണോ എന്ന സംശയം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരനെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തെങ്കിൽ കൂടി കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റാരും പ്രതിയില്ല, കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന കണ്ടെത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നുണ്ട്. വൈകാതെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ഇയാളെ മാത്രമാകും പ്രതിയായി ചേർക്കുക. ഈ സഹോദരനും സഹോദരിക്കും ഇടയ്ക്ക് ആശാസ്യമല്ലാത്ത ബന്ധം നിലനിന്നിരുന്നു. അതിന് ഈ കുഞ്ഞ് തടസ്സമാകുന്നു എന്ന് കണ്ട് കൊലപാതകം നടത്തിയെന്ന മൊഴിയാണ് പ്രതി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൽ ഇയാളെ മാത്രം ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
ഈ ബാലരാമപുരത്ത് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു പോലീസ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തിയത്. ഈ പെൺകുട്ടിയെ അനൂപ് ക്രൂരമായി മർദ്ദിച്ചു, വൈദ്യസഹായം നിഷേധിച്ചു. ഇത് രണ്ടുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തിയതിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. NCP അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും പിന്തുണയ്ക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരും അയോഗ്യരല്ല, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. തോമസ് കെ തോമസ് യോഗ്യനാണോ അല്ലയോ എന്ന് താൻ എങ്ങനെ തീരുമാനിക്കാനാണ്? PC ചാക്കോ സ്വമേധയാ രാജിവെച്ചതാണെന്നും പിന്നെ അത് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നും ശശീന്ദ്രൻ പറഞ്ഞു. എന്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എന്റെ പിന്തുണയോ എന്റെ ചർച്ചയോ അല്ല പ്രശ്നം. അല്ല, അതൊക്കെ പിന്നെ ഭാവിയിൽ അദ്ദേഹം ഓരോരുത്തരുടെ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ലത് ചെയ്തു. മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം എല്ലാവർക്കും ഓരോ തരം കഴിവുകളും പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിമാർ നല്ല പെർഫോമൻസ് കാണിക്കുന്നവരില്ലേ. ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും വേറൊരാളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ആർക്കും പിന്നെ ഏത് പദവിയിലും എത്താവുന്ന ഒരു ജനാധിപത്യ മൂടില്ലേ. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. മോദി ട്രംപ് കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആതിഥ്യ മന്ദിരമായ ബ്ലെയർ ഹൌസിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി മോദി കൂടിക്കാഴ്ച നടത്തി. നാളെയാണ് ട്രംപും മോദിയും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച. കുടിയേറ്റ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സമയത്ത്, താരിഫ് ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുക എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ നിർണായക നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ പുടിനുമായും സെലൻസ്കിയുമായും ട്രംപ് ഫോണിൽ ചർച്ച നടത്തി. സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ താൽപര്യമുണ്ടെന്ന് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതോടെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾക്ക് യാതൊരു കുറവുമില്ല. ഇനിയുള്ള സമയത്ത് കൂടുതൽ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കും. പ്രത്യേകിച്ച് വയനാട്ടിൽ ഇന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ നടക്കുന്നു. ഇന്നലെ നിയമസഭയിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടന്നിരുന്നു. അതിന് തുടർച്ചയായി നമ്മൾ ഇന്നും കാണുന്നത് അതിന് സമാനമായ ഒരുപാട് വാർത്തകളാണ്. ഇതൊക്കെ വിശദമായി ന്യൂസ് ട്രെൻഡ്സിൽ പരിശോധിക്കാം. അപർണ കുറുപ്പ് ചേരും. രാവിലെ വീണ്ടും നാളെ. വന്യജീവി ആക്രമണം